തംബ്നെയിലിൽ കണ്ട പോലെ ആ തംബ്നെയിൽ ശരിയാണ്, അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞതല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോള് ബൈ ശ്രീവിദ്യ മലച്ചേരി. എൻ്റെ സൗണ്ട് ഭയങ്കര മോശമായിട്ട് കിടക്കുകയാണ്. എൻ്റെ സൗണ്ട് സ്ഥിരം കേൾക്കുന്നവർക്കറിയാം, എൻ്റെ സൗണ്ട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. ഇത്രയും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് തിരിച്ചു വന്നത്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു തിരിച്ചു വരവിൻ്റെ ഒരു തുടക്കമാണ്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ആ തംബ്നെയിൽ ശരിയാണ്, അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞതല്ല. ആ തംബ്നെയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. അപ്പം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്തത്, എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങളിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റീസൺ വന്ന് പറയാമെന്ന് വിചാരിച്ചു. 2025 ആദ്യത്തെ വീഡിയോ ഇതാണ്. ബൈ ദ വേ, ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്, പക്ഷേ ഇതാണ് 2025 ആദ്യത്തെ വീഡിയോ. ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ. ആ സമയത്ത് നന്ദു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഒരാവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു 2-3 ദിവസം കണ്ടിട്ടുണ്ടാവും. എൻ്റെ സ്റ്റോറി ഉണ്ടവർക്കറിയാം, ഒരു 2-3 തവണ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു റീൽ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് നാളായി, സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട്. ഇതാണ് സത്യം. ഇതേ വിഷമമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ആക്നെ സ്പോട്സ്, പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്ത് തരാം. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റ് ആൻഡ് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. യെസ്, ഞാൻ കഴിഞ്ഞ 3-4 വീക്സ് ആയിട്ട് ഉപയോഗിച്ചു വരുന്ന ദ ഡെർമാക്കോയുടെ 10% നിയാസിനമൈഡ് സിറം എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് എൻ്റെ സ്കിന്നിന് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു 10% നിയാസിനമൈഡ് സിറം വൈറ്റമിൻ B3യുടെ ആക്റ്റീവ് ഫോം ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിലെ ആക്നെ മാർക്സും ബ്ലെമിഷസും പിന്നെ സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനാണ്. ഇതിന് വളരെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഫാസ്റ്റ് അബ്സോർബിങ് ടെക്സ്ചർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഓയിൽ സ്കിന്നിന് ഇത് ബെസ്റ്റാണ്. ഇത് മാത്രമല്ല, ദ ഡെർമാക്കോയുടെ ഈ 10% നിയാസിനമൈഡ് സിറം എവറിഡേ യൂസിനൊരു പെർഫെക്റ്റ് കമ്പാനിയൻ കൂടെയാണ് കേട്ടോ. കാരണം ഇവരുടെ എല്ലാ പ്രോഡക്ട്സും ഡിസൈൻഡ് ബൈ ഡെർമറ്റോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ എടുത്ത് പറയേണ്ടത് ദ ഡെർമാക്കോയുടെ യങ് സയൻറ്റിസ്റ്റ് ഇനിഷ്യേറ്റീവിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതുവരെ 20,000+ സ്റ്റുഡൻസിനെ ദ ഡെർമാക്കോ എംപവേർഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ഓർഡർ ചെയ്യുന്ന സമയത്ത് ആ ഓർഡർ ഒരു കുട്ടിയായിട്ട് ലിങ്ക് ചെയ്യും. അതുവഴി അവരവരെ പഠിപ്പിക്കും. പിന്നെ അറിയാലോ, ദ ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അപ്പം ഒട്ടും വായിപ്പിക്കേണ്ട, എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ദ ഡെർമാക്കോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് 20% ഡിസ്കൗണ്ടോടുകൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല കേട്ടോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേർപ്പിളിൽ, നൈക്കയിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ വേഗാവട്ടെ. സോ എന്തുകൊണ്ടാണ് നമ്മളിപ്പം ഈ 2 ഭാഗത്ത് നിൽക്കണേ എന്ന് ചോദിച്ചാൽ, 2 സ്ഥലത്ത് നിൽക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു പേർപ്പസ്ഫുള്ളി ചെയ്തതല്ല. അത് നമ്മൾ പോലും വിചാരിക്കാണ്ട് നമ്മുടെ 2 ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഭാഗമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ, അല്ലെങ്കിൽ ഒരു കരിയർ ബേസ് പ്ലാൻ എന്നൊക്കെ പറയണ പോലെ പറ്റിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പലർക്കും അറിഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ഫിസിക്കൽ സ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാസർഗോഡാണ്. ആൻഡ് കറ്റർ എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ടീം തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും സ്മൂത്തായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് എന്നുള്ളത്, പ്രത്യേകിച്ച് എൻ്റെ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾ ഈ ഒരുപാട് ഡ്രസ്സസ് ഇടുന്ന ആളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു പണ്ട് മുതൽ ഇങ്ങനെ ഓരോ ഡിസൈൻ. എനിക്ക് തോന്നുന്നു ഈ ഗേൾസിൽ പലർക്കും അങ്ങനെ ആയിരിക്കും, നമ്മളിങ്ങനെ ഓരോ ഡിസൈൻ കണ്ടെത്തുക ഇങ്ങനെ. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡ്രീം ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മുടെ അടുത്ത് നിന്ന് ആൾക്കാർ പ്രതീക്ഷിക്കുമ്പോൾ അത് തന്നെ തിരിച്ചു കൊടുക്കണം. ഒരുപാട് വലിയ എമൗണ്ടൊന്നും ചാർജ് ചെയ്യാണ്ട് ഒരു മിനിമൽ എമൗണ്ടിന് നല്ല ക്ലോത്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അത് ജനുവരി 12-ാം തീയതി എൻ്റെ അച്ഛനും അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് കാസർഗോഡ് അറിയുന്നവർക്ക് അറിയാം, നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ദൂരം, കാസർഗോഡ് അണങ്കൂർ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തു.
അപ്പം അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതേ ജനുവരി മാസം ജനുവരി 25 എന്നെക്കാളും കൂടുതൽ ഇത് നന്ദുവിൻ്റെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളത്. പക്ഷേ റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ സിനിമാ പരിപാടികൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവും എന്നുള്ള ഒരു ഇതിൻ്റെ പുറത്തും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയായിട്ട് നമ്മൾ തനി ട്രിവാൻഡ്രം കിച്ചൺ എന്നുള്ളൊരു ടേക്ക് എവേ കൗണ്ടർ, ടേക്ക് എവേ കിച്ചൺ നമ്മൾ ട്രിവാൻഡ്രത്ത് ചെമ്പകശ്ശേരി, അതായത് പടിഞ്ഞാറേ നട ചെമ്പകശ്ശേരി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആക്ച്വലി നമ്മൾക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്, സ്റ്റാഫുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നമ്മളത് ഏൽപ്പിച്ച് തിരിച്ച് വരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ കറ്റേറിൻ്റെ വിശേഷങ്ങൾ നിങ്ങളും പിന്നെയും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ കൂടെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ കറ്റേറിൻ്റെ അന്നത്തെ ഇനാഗ്രേഷൻ ഡേ ഓഫ് കോഴ്സ് നിങ്ങളെ കാണിക്കണം. കാരണം നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്, നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനൊരു സാധനം തുടങ്ങാനുള്ളൊരു റീസൺ. അത് മാത്രമല്ല, ഈ ഒരു ഷോർട്ട് പീരീഡിൽ നിങ്ങൾ കറ്റേറിന് തന്നൊരു സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അപ്പം കറ്റേറിൻ്റെ ആ ഒരു ബിഗ് ഡേ, ഞങ്ങളുടെ ഒരു വലിയ ബിഗ് ഡേയിലേക്ക് ആ ഒരു ഡേ നിങ്ങളെ കാണിക്കണം എന്നുണ്ട്. സോ നമുക്കത് ആദ്യം കാണാം. ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതേ സ്പെഷ്യൽ ദിവസത്തിൽ തന്നെ ഞങ്ങളുടെ പുതിയ ബ്രാൻഡായിട്ടുള്ള ക്ലോത്തിങ് ബ്രാൻഡായിട്ടുള്ള കറ്റേർ ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകും. അപ്പം ഒരുപാട് പേര് നമ്മളെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ കാസർഗോഡ് തുടങ്ങാൻ പോവല്ലേ, അപ്പം ഞങ്ങൾക്കൊന്നും വരണ്ടേ വേണ്ടേ എന്നൊക്കെ. പക്ഷെ എല്ലാവർക്കും എല്ലാ സർപ്രൈസും ഞങ്ങൾ ഇന്ന് പറയുന്നതായിരിക്കും. ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, എത്താൻ പറ്റില്ല കാസർഗോഡാണെന്ന് പറഞ്ഞ്. ദാറ്റ്സ് ഓക്കെ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. ന്യൂ ഇയർ ആയിട്ട് ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ്. അതെ, അപ്പോൾ ഇത്രയും നാളെ നമ്മളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഞങ്ങളുടെ കല്യാണത്തിനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത നിങ്ങൾ എല്ലാവരും ഇതിനും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ കറ്റേർ എന്നാണ് ബ്രാൻഡിന്റെ പേര്. സോ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് കറ്റേറിന്റെ ഡ്രസ്സാണ്, ടീഷർട്സ് ആണ്. സോ ബേസിക്കലി ടീഷർട്സും ഹുഡീസും ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി സാധനങ്ങളുണ്ട്, പതിയെ ഓരോന്നായിട്ട് വരും. എനിക്കാണെങ്കിൽ നല്ല പനിയാണ്. എനിക്കും ആ പനി എനിക്കും തന്നു. അതെ, നല്ല പനിയാണ്. കൈ പിടിക്കോ, കൈ വേദനിക്കുന്നു. അപ്പം നല്ല പനിയൊക്കെ ആയിട്ട് നമ്മളിത് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ ഇനോഗ്രേഷൻ എല്ലാം റെഡിയാണ്. നമ്മൾ ഇന്നൊരു iPhone 16 ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. പ്ലസ് കുറേ എന്താ പറയുക ഗിഫ്റ്റ് വോച്ചേഴ്സ്. അതെ, ഗിഫ്റ്റ് വോച്ചേഴ്സ് ഉണ്ട്. ഈ iPhone 16 നിങ്ങൾ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് അത് സെലക്ട് ചെയ്തെടുക്കണം ഒരാളെ. അപ്പോൾ അർഹതപ്പെട്ട ഒരാൾക്ക് iPhone 16 കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് പേര് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സിമ്പിൾ ലുക്കിൽ ഞാൻ പിന്നെ പണ്ടേ സിമ്പിൾ ലുക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. അതെ, അപ്പോൾ ഈ ഇനോഗ്രേഷൻ കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം തിരിച്ചു വരാൻ. അപ്പം iPhone 16 ഇന്നത് ഇപ്പോൾ ആർക്കാണെന്നുള്ള അറിയാൻ പറ്റും. പ്ലസ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ ആദ്യ സംരംഭമാണ്. ന്യൂ ഇയർ ആയിട്ട് വീഡിയോസ് ഒന്നും വന്നില്ല, കാരണം ഇതിൻ്റെ പുറകെ ആയിരുന്നു. ഇനി ഒരു സംരംഭം കൂടെ വരുന്നുണ്ട്, അത് ഈ മാസം അവസാനമാണ്, അത് വഴിയേ പറയാം. അപ്പം ആദ്യത്തെ സംരംഭം ഇതാണ്. ന്യൂ ഇയർ ആയിട്ട് എന്തുകൊണ്ട് വീഡിയോ വന്നിട്ടില്ല എന്ന് ചോദിച്ചവർക്ക് ഞങ്ങൾ ഇതിൻ്റെ പുറകെയുള്ള ഓട്ടത്തിലായിരുന്നു. രണ്ട് കരക്കടിപ്പിക്കാനല്ലേ. അതെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളുടെ കമന്റ് സെക്ഷനിലൊക്കെ വരുന്ന പോലെ ചിന്നും നന്ദുവിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഞങ്ങൾ ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. വൈകുന്നേരം 4 മണിയാണ്. 4 മണിക്കാണ് നമ്മൾ ഇനാഗ്രേഷൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു സമയമായിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിയാണ്. നേരെ നമുക്ക് നുള്ളിപ്പാടിയിൽ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഹോസ്പിറ്റൽ എന്ന് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റും കറ്റേർ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ കുർദിഷ് ഡിസൈൻസിന്റെ പഴയ ബിൽഡിംഗ് ഷോപ്പായിരുന്നു. അപ്പം നിങ്ങൾ ഉണ്ടാവണം. ഞങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ കൂടുതലുള്ളവർ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രൊഫൈലിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാത്തിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇനോഗ്രേഷൻ സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ എല്ലാവിധ ആശീർവാദങ്ങളും ഉണ്ടാവുക അവർക്ക് കൂടെ. ഇതായിരുന്നു കറ്റേറിൻ്റെ വിശേഷം. അപ്പോൾ ഒരു സ്റ്റോർ വിസിറ്റും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് റീസൺ എന്തുകൊണ്ടാണ് നന്ദുചേട്ടൻ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് നന്ദുചേട്ടൻ കണ്ടിന്യൂ ചെയ്യണത്. നന്ദുചേട്ടൻ എന്ന് വിളിക്കുന്നത് റെസ്പെക്റ്റ് ഉണ്ടല്ലോ, ചില സമയത്ത് അങ്ങനെയൊക്കെ വിളിക്കും, ചില സമയത്ത് വിളിക്കുന്നത് പുറത്ത് പോലും പറയാൻ പറ്റാത്തതാണ്. ബൈ ദ വേ, അപ്പം
നമ്മൾ ട്രിവാൻഡ്രത്ത് നമ്മുടെ വീടിന് തൊട്ടടുത്ത് ചെമ്പകശ്ശേരി ജംഗ്ഷൻ, അതായത് ട്രിവാൻഡ്രം പടിഞ്ഞാറേക്കോട്ടയിൽ ചെമ്പകശ്ശേരി ജംഗ്ഷനിൽ നമ്മൾ തനി ട്രിവാൻഡ്രം കിച്ചൺ എന്നുള്ള ഒരു ടേക്ക് എവേ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തു. അതൊരു റെസ്റ്റോറൻറ്റ് പ്ലാനിലേക്ക് എന്തുകൊണ്ടാണ് പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു ബിഗ് പ്ലാൻ ഇപ്പം നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചു. കാരണം നമുക്ക് തിരിച്ച് നമ്മുടെ സിനിമാ പരിപാടിക്ക് നമ്മുടെ ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തിരിച്ച് കൊച്ചിയിൽ വരണം. അപ്പം അത് സ്റ്റാഫുണ്ട് നമുക്ക് അത്യാവശ്യം രണ്ടിടത്തും. അപ്പം തനി ട്രിവാൻഡ്രം കിച്ചണിൽ അത്യാവശ്യം സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് നമ്മുടെ മെയിൻ ഷെഫുണ്ട്, എല്ലാം വെച്ചിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു. സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരും ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ, അതായത് റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പരിചയമുള്ള ഒരാൾക്കാരായിരുന്നില്ല. നമ്മൾ 2-3 ഫ്രണ്ട്സ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആർക്കും അങ്ങനെ പരിചയമൊന്നുമില്ല. പിന്നെ സ്വന്തം നാടാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു നന്ദചേട്ടന്. അപ്പം അതിന് നമ്മൾ കിട്ടിയ റെസ്പോൺസ്, ഞങ്ങൾ തനി ട്രിവാൻഡ്രം കിച്ചൺ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഇൻസ്റ്റാഗ്രാം പേജിൽ ഞങ്ങൾ ഡെയിലി വീഡിയോസ് ഇടാറുണ്ട്, ലൈക്ക് സ്റ്റാറ്റസൊക്കെ ഇടാറുണ്ട് തിരക്കിൻ്റെ. അത് നമുക്ക് ആ ഒരു നമ്മൾ വിചാരിച്ച തിരക്കല്ല അവിടെ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റാഫിനെ കൂട്ടി. പിന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദുചേട്ടൻ അവിടെ ഇരിക്കേണ്ടി വന്നു. അതായത് നമ്മളതൊരു ട്രാക്കിലായിട്ട് നമ്മളൊരു സ്ഥാനം തുടങ്ങി അവിടെ അത് ട്രാക്കിലായിട്ട് തിരിച്ചു വരാം എന്ന് വിചാരിച്ചു. ഓഫ് കോഴ്സ് നമ്മളതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. അപ്പോൾ തന്നെ ട്രിവാൻഡ്രം കിച്ചൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു ഒതൻറ്റിക് ട്രിവാൻഡ്രം ക്യൂസീൻസാണ് നമ്മളവിടെ പ്ലാൻ ചെയ്തത്. അതായത് ചിക്കൻ തോരൻ, ബീഫ് തോരൻ, അങ്ങനെ ട്രിവാൻഡ്രം സിറ്റിയിൽ ഈ തോരൻ കിട്ടുന്ന കടകൾ കുറവാണ്. പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മളത് അന്വേഷിച്ചതാണ്. പിന്നെ നമ്മുടെ ഷെഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ നമ്മുടെ കൃഷ്ണൻകുട്ടി മാമെന്നാണ് നമ്മൾ വിളിക്കുന്നത്, നെടുമങ്ങാട്ടുകാരനാണ്. നല്ല ഫുഡ് നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ കൊടുക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റ്. അപ്പം അത് അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം ജനുവരിയിൽ തിരിച്ച് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജനുവരി എൻഡോടുകൂടെ തിരിച്ച് കൊച്ചിയിൽ വന്ന് ഇവിടെ ബാക്കി നമ്മുടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള പ്ലാനിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു. പിന്നെ കാസർഗോഡേക്ക് പോകേണ്ടി വന്നു. ഈ 2 ഫാമിലീനെയും നമുക്ക് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊറിയർ സർവീസ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഭയങ്കര വലിയ ഓട്ടമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു കൊറിയർ സർവീസ് ബിസിനസ് കൂടെ സ്റ്റാർട്ട് ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു ദ റീസൺ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു. ഇതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ അതിനൊരു സുഖമുള്ള വേദനയാണ്. അയ്യോ എന്തൊരു വേദന. വൈകാതെ ഞങ്ങൾ വീണ്ടും ഇതേപോലെ തിരിച്ച് റീജോയിൻ ചെയ്യാണ്. അപ്പം ഈ മാസം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ വീഡിയോസ് വരുന്നതായിരിക്കും. ഈ മാസം ഈ ഒരു ഫെബ്രുവരി പകുതിയായല്ലേ പറഞ്ഞ് നന്ദുചേട്ടൻ തിരിച്ചു വരും. അപ്പം ഉടനെ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള വീഡിയോവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ തിരിച്ച് നന്ദുചേട്ടൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോ ചെയ്യാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. സോ എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കും, എന്താ വീഡിയോയുടെ അകത്ത് എവിടെയാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് താങ്ക് യു സോ മച്ച്. ഇത്രയും നിങ്ങൾ നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ നമുക്ക് അയ്യോ നമ്മൾ ചെയ്തിട്ടില്ല നമ്മളിടുന്ന പോസ്റ്റിൻ്റെ താഴേക്ക് യൂട്യൂബിൽ വരാറുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം ഉടനെ നമ്മൾ ആ ഒരു എനർജിയോടുകൂടെ, എൻ്റെ സൗണ്ട് ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട, എനർജിയോടുകൂടെ വരുന്നതായിരിക്കും. പിന്നെ നന്ദുചേട്ടൻ ഫാൻസ് ഉടനെ ഞാൻ ചേട്ടനെ കൊണ്ടുവരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഞങ്ങൾക്കും അതുപോലെ തന്നെ കറ്റേറിനും തനി ട്രിവാൻഡ്രം കിച്ചനും നിങ്ങളുണ്ടാവുക തരിക. കറ്റേറിൻ്റെത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നിങ്ങൾ DM ചെയ്താൽ മതി. ആൻഡ് ലേഡീസിൻ്റെ കളക്ഷൻസ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തിരുപ്പൂരിൽ പുതിയ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലേഡീസിൻ്റെ എനിക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ വിശേഷം. ട്രിവാൻഡ്രത്ത് വരുന്നവർ തീർച്ചയായിട്ടും തനി ട്രിവാൻഡ്രം കിച്ചണിൽ പോവുക, ഭക്ഷണം കഴിക്കണം, പൈസയും തരണം. അപ്പം വലിയൊരു റേറ്റിലുള്ളതല്ല തനി ട്രിവാൻഡ്രം കിച്ചണിൽ, ചെറിയൊരു എമൗണ്ടിന്. കാരണം നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും സാധാരണക്കാരാണ്. അപ്പോൾ ഒരു മിനിമൽ റേറ്റിനാണ് നമ്മൾ അതും ചെയ്യുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനി തുടരെ നമ്മുടെ വീഡിയോസ് ഉണ്ടാവും പഴയ പോലെ. ആൻഡ് താങ്ക് യു ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, പിന്നെ ബെൽ ബട്ടൺ മറന്നു തുടങ്ങി ഞാൻ. ബൈ.